എൻ ശ്രീകുമാർ, എന്താണ് പ്രതിപക്ഷം ഇപ്പോഴും ഒരു നിലപാട് പറഞ്ഞതായി കാണുന്നില്ല? ഇക്കാര്യത്തിലൊരു നിലപാടിൻ്റെ ആവശ്യം ഉണ്ടെന്നും തോന്നുന്നില്ല, നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിലപാട് വേണ്ടാന്നല്ല ഉദ്ദേശിച്ചത്, നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു, അതിനെ പോസിറ്റീവായി കാണുന്നു. ചർച്ച തിങ്കളാഴ്ച രാവിലെയാണ്, 10 മണിക്കാണ്. അതിന് കഴിഞ്ഞതിന് ശേഷം ആകാം സംസാരം എന്നാണോ? ഇത് പെട്ടെന്ന് തന്നെ പ്രതിപക്ഷം ഇത്തരം ഒരു അവസരം, കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ ജനങ്ങളുടെ മുമ്പേ നിലപാട് അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി കണ്ട് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നും അങ്ങനെ ഒരു പ്രതികരണം വന്നില്ല എന്നും പറയുന്നവരോടുള്ള മറുപടി എന്താകും? ഡോക്ടർ ലാലെ, മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ ശ്രമിച്ചത് വളരെ നല്ല കാര്യമാണ്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും തിങ്കളാഴ്ചത്തെ ആ യോഗത്തിൽ പങ്കെടുക്കും. അത് ഞാൻ അറിഞ്ഞത് ഓൺലൈൻ മീറ്റിംഗ് എന്നാണ് അറിഞ്ഞത്, ഒരു കൂടിക്കാഴ്ചയല്ല. അപ്പോൾ ആ ഓൺലൈൻ മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കും, പ്രതിപക്ഷത്തിൻ്റെ UDFൻ്റെ അഭിപ്രായം പറയും. അത് നല്ല കാര്യമാണ്. പിന്നെ പ്രതിപക്ഷം കേന്ദ്ര വിരുദ്ധ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പറയേണ്ട കാര്യമില്ല, അവരൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവർ ചോദിച്ചത് മുഖ്യമന്ത്രി എന്തുകൊണ്ടൊരു യോഗം വിളിക്കുന്നില്ല എന്ന് ആദ്യം ചോദിച്ചത് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഒരാഴ്ചയായിട്ടുള്ളൂ. ആ യോഗത്തിന് ശേഷം ഒരു നവകേരള സദസ്സിന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആ നല്ല കാര്യമാണ്. നവകേരള സദസ് യോഗമാണോ അതോ ഇനി വേറെ പൊതുയോഗമാണോ എനിക്കറിയാൻ വയ്യ, നല്ല കാര്യമാണ്, പ്രതിപക്ഷം സഹകരിക്കാൻ തീരുമാനിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇത്രയും ദിവസം കാത്തിരുന്നു. ഇന്നാണ് മുഖ്യമന്ത്രിക്ക് തോന്നിയത് അതിപ്പോൾ ഇനി ഇന്നത്തെ പ്രത്യേക സാഹചര്യം വല്ലതും ഉണ്ടായോ, പെട്ടെന്ന് പ്രതിപക്ഷത്തെ ഒന്ന് കണ്ടുകളയാം എന്ന് അദ്ദേഹം വിചാരിച്ചതിന് പിന്നിലെന്ന് എനിക്കറിയില്ല. എന്തായാലും കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കാൻ പാടില്ല എന്ന നിലപാടിൽ കോൺഗ്രസിനും UDFനും യാതൊരു മാറ്റവുമില്ല. അതിന് CPMന്റെ മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത് അഭിപ്രായം പറയും. പക്ഷെ പ്രതിപക്ഷം ചില കാര്യങ്ങളോട് പറയും, അതിനും കൂടെ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആ ഉത്തരം ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാതൊക്കെ വേറെ വിഷയം. പക്ഷെ മുഖ്യമന്ത്രി ആദ്യം എന്താ ജനങ്ങളോടൊരു കാര്യം പറയണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഇപ്പൊ എങ്ങനെയാണ്, ഇത്ര രൂപയുണ്ട്, ഇത്ര കടം, ഇത്ര വരവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. ഒരു സാധാരണ ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകണം ഇവിടുത്തെ സ്ഥിതി എന്താ. കാരണം 3-4 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. KSRTCയിലാണെങ്കിൽ ശമ്പളം 2 ഗഡുക്കളാക്കി മാറ്റുന്നു. കലാമണ്ഡലം പോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ട് കുറെ കാലമായി. ജവഹർ ബാലഭവനുകളിൽ ശമ്പളം 3 മാസമായിട്ടില്ല. ഒരുപാട് എല്ലാ വിധത്തിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറി. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആണ് നമ്മൾ മുഖ്യമന്ത്രി ഈ യോഗം വിളിക്കുന്നത്. കുറച്ച് നേരത്തെ ആകാമായിരുന്നു, പക്ഷെ എന്തോ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം വിളിച്ചു. ആ ക്ഷണം പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അവർ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ എന്താ പറയാ? പ്രതിപക്ഷത്തെ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഉണ്ടാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിപക്ഷത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി കാരണമാകാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കേരള സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെ MP-മാർ എങ്ങനെയാണ് നിവേദനങ്ങളോട് സഹകരിച്ചതെന്ന് നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഒരു തീരുമാനം എടുക്കുകയും അവിടെ അതിൽ ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ പലപ്പോഴും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളുമായി അത്ര വിരോധമില്ലാത്തതുപോലെ പ്രതികരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മളിവിടെ കണ്ടു. ഇപ്പോൾ K. സുധാകരൻ്റെയൊക്കെ പ്രതികരണങ്ങൾ പലപ്പോഴും വന്നതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തോട് ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് നിലപാടാണ് കാണിക്കുന്നത് എന്നുള്ളതിൽ സംശയമുണ്ടാകാം. മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ VD സതീശൻ CPMുമായി ചേർന്ന് കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോകാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്, മുസ്ലിം ലീഗ് തിരിച്ചു പറഞ്ഞപ്പോൾ കൂടി. അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നൊക്കെ ഒരു വിശ്വാസപൂർവ്വം അവിടെ സമീപിക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുക? അല്ല, CPMുമായി സഹകരിച്ചിട്ട് ഒരു സമരത്തിനും കോൺഗ്രസ് ഉണ്ടാവില്ല. കാരണം ഇതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു CPMന്റെ ഒരു പാർട്ടി, ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഒപ്പം തോളോട് ചേർന്ന് നിന്നിട്ട് കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമോ? കോൺഗ്രസിന്റെ കുട്ടികളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് മുടിയിൽ ചവിട്ടി വരിക, എന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കുന്നത്? അതൊന്നും മറന്നിട്ടില്ല, അതൊക്കെ വേറെ വിഷയം. കേന്ദ്രത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ
പറയാനായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാക്കൾ. അതാണ് എന്റെ കാര്യം. അല്ലാണ്ട് കോൺഗ്രസ് CPM കൂടെ ചെന്ന് സമരം അവരെ CPM അങ്ങോട്ട് രക്ഷിച്ചു കളയാമെന്നൊക്കെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ ആ മനസ്സിലുള്ള ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി മുഖവിലിക്കെടുക്കാതിരുന്ന മുഖ്യമന്ത്രിയാണ്. പരിഹാസമായിരുന്നു മുഖ്യമന്ത്രിക്ക്. നവകേരള സദസ്സിന്റെ എല്ലാ യാത്രകളിലും പറഞ്ഞ എന്താണ്? പ്രതിപക്ഷത്തിന് നാടിനോട് സ്നേഹമില്ല. അദ്ദേഹത്തിന്റെ ഭാഷയാണ് എപ്പോഴും നാടെന്നേ പറയുള്ളൂ. നാടിനോട് സ്നേഹമില്ല, നാടിനോട് സ്നേഹമില്ല. അപ്പൊ നാടിനോട് സ്നേഹമില്ലാത്ത പ്രതിപക്ഷ നേതാവിനെ എന്തായാലും ഇപ്പൊ വിളിക്കാൻ പക്ഷെ തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന്റെ ഉപനേതാവുണ്ടല്ലോ, പ്രതിപക്ഷത്തിന്റെ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അങ്ങനെയല്ല. ഈ CPM-മായി ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട ഘട്ടങ്ങൾ ഇപ്പോൾ ഗവർണറുടെ പ്രശ്നത്തിലൊക്കെ വേണമെന്ന് പറഞ്ഞ ആളുകളാണ് ലീഗുകാരൊക്കെ. അപ്പോൾ അത് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു സഹകരണവും CPM ആണെങ്കിൽ ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷത്തിന് മൊത്തത്തിലൊരു നിലപാടുണ്ടെന്ന് കാണാൻ പറ്റുമോ? UDF-ന്റെ നിലപാടാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഗവർണർ വിഷയത്തിൽ എല്ലാത്തിലും വ്യത്യസ്ത കക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ഞാൻ പറയുന്നത് കേന്ദ്ര വിരുദ്ധ സമരമല്ല. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അർഹമായ ഇത് കിട്ടുന്നില്ലേ? കേരളം കൃത്യമായിട്ട് കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണോ? ആരാണ് നുണ പറയുന്നത്? ഇതൊക്കെ മറ്റന്നാളത്തെ സംസ്ഥാനത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിൽ നിന്നും ഒരു ധാരണ കിട്ടും. ആ ധാരണ പ്രതിപക്ഷം ജനങ്ങളെ അറിയിക്കും. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത് ചർച്ച രഹസ്യമായിട്ട് വെക്കില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉപനേതാവും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആ ഉത്തരം പറയുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കും. ശരി, അത് മുഖ്യമന്ത്രി സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിന് അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവുമുണ്ട്. അതിന് മുഖ്യമന്ത്രി ഉത്തരം കൊടുക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലും അധികാരമുള്ള ഒരു പാർട്ടിയാണ്. ഈ രാജ്യത്തെ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാം. BJP-യെ എതിർക്കുന്ന പാർട്ടി എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ആ BJP കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തോട് അല്ലെങ്കിൽ പ്രതിപക്ഷം BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് എന്ത് നിലപാടെടുക്കുന്നു എന്നൊക്കെ ഊഹിക്കാനും പ്രതികരിക്കാനും ഒക്കെ VD സതീശനും ഒക്കെ സാധിക്കില്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകേണ്ടതല്ലേ? അവരിനി മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിന് ഉത്തരം കിട്ടിയിട്ട് വേണോ എങ്ങനെ പ്രതികരിക്കണം കേന്ദ്രത്തോട് എന്ന് തീരുമാനിക്കാൻ? ഡോക്ടർ ലാലെ, ഞാൻ പറഞ്ഞ കാര്യമല്ല താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, പണം തരുന്നില്ല, പിടിച്ചു വെക്കുന്നു എന്നൊക്കെയാണല്ലോ മുഖ്യമന്ത്രിയുടെ മറ്റേ ഭരിക്കുന്നവരുടെ പരാതി. ആ പരാതിക്ക് പ്രതിപക്ഷം ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ധവളപത്രം ഇറക്കൂ, യഥാർത്ഥ വിവരം പറയൂ. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, വേണ്ട, പറയണ്ട. പക്ഷെ ഈ ചർച്ച വിളിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ കേന്ദ്രം പണം കൊടുക്കുന്നില്ല, കേരളത്തിനെ ദ്രോഹിക്കുന്നു. അതുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞത് GST-യുടെ കുടിശ്ശിക കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ കേന്ദ്രമന്ത്രി പറഞ്ഞു കണക്ക് തരൂ. പ്രേമചന്ദ്രൻ കേരളത്തോട് പറഞ്ഞു കണക്ക് കൊടുക്കൂ. അപ്പൊ പറഞ്ഞു പ്രേമചന്ദ്രൻ കേരളത്തെ ദ്രോഹിക്കാനായിട്ട് കൂട്ടുനിന്നു. എന്തായാലും കണക്ക് കൊടുത്തു. നിർമ്മലാ സീതാരാമൻ പണം അനുവദിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ കേന്ദ്ര ഫണ്ട് ധനമന്ത്രി അനുവദിക്കുകയും ചെയ്തു. അതാണ് വിഷയം. അല്ലാണ്ട് മറ്റു ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണ്? കേരളം ദരിദ്രമാണ്, കേരളത്തിൽ പണമില്ല. ഭരണ സംവിധാനം കൊണ്ട് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിൽ വന്ന പാളിച്ചകളാണോ അതോ കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ടാണോ? ഇതൊക്കെ മനസ്സിലാക്കാനാണ് മറ്റന്നാളത്തെ ചർച്ച. അങ്ങനെയല്ല, കേന്ദ്രത്തിന്റെ അവഗണന ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്രത്തിന്റെ അവഗണന എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തെ ഈ രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കാണുന്നുണ്ടോ? അവിടെ പല കണക്കുകളും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ പലയിടത്തായി പറയുന്നത് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ കേന്ദ്രം തരുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങളും പൂർണ്ണമായി നടത്തിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമ പരിപാടികളുടെ ഒരംശമാണ് കേന്ദ്രം കൊടുക്കുന്നത്. അത് നമുക്ക് അവകാശപ്പെട്ട പണമാണ്. അത് നമുക്ക് തരുന്നില്ല. അഥവാ തരണമെങ്കിൽ അവിടെ ചില മുദ്രയടിക്കണം, അല്ലെങ്കിൽ ചില കളറുകൾ അവിടെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള ചില നിലപാട് മാറ്റം ഉണ്ടാകണം എന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായ പ്രതികരണം ഇതുവരെ കോൺഗ്രസിൽ നിന്നോ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നോ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ലാൽ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. അതായത് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ കാര്യം എന്താണ്? കേന്ദ്രം പണം അനുവദിക്കണം, ദ്രോഹിക്കരുത്. അതാണ് TM പ്രതാപൻ ഒരിക്കൽ നോട്ടീസ് കൊടുത്തത്. കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കാൻ പാടില്ല. പക്ഷേ കേരള ഗവൺമെന്റ് അവരുടെ ചുമതല നിർവഹിക്കുന്നുണ്ടോ? ഇവിടെ വെറുതെ ഫാക്സും ഇമെയിലും അയച്ചിരിക്കുകയാണോ? നിവേദനങ്ങൾ അയച്ചിരിക്കുകയാണോ? അവിടെ പോയിട്ട് കണ്ടോ പ്രധാനമന്ത്രിയെ? കേന്ദ്ര ധനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് കാണാൻ പോയില്ല?
കേന്ദ്ര ധനമന്ത്രി പറഞ്ഞ എന്റെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഉത്തരം കൊടുത്തില്ല? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടാൻ പോകുന്ന ഒരു ദിനമാണ് തിങ്കളാഴ്ച. അതൊരു സുദിനമാണ് പ്രതിപക്ഷത്തിന്, ഒരു സുദിനം. യെസ്. ആ ദിനത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന മറുപടി ഉണ്ട്. ആ മറുപടി പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകാവുന്ന എന്താ പറയാ പ്രതിധ്വനി എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാനേ നിവൃത്തിയുള്ളൂ. കാരണം അതാണ് അവസ്ഥ. കാരണം ധവളപത്രമില്ല, ധനസ്ഥിതിയെ കുറിച്ച് അറിയില്ല, മന്ത്രിമാർ പല രീതിയിൽ പ്രസംഗം നടത്തുന്നു, ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ മുടങ്ങുന്നു, റേഷൻ കട മുടങ്ങുന്നു, സപ്ലൈകോയിൽ ധാന്യങ്ങളില്ല, ഇതെല്ലാം ഉണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. അത് ഈ ഓൺലൈൻ മീറ്റിംഗ് ഒന്നും പറ്റില്ലെങ്കിലും ഏതാണ്ട് ഒരു രൂപം പ്രതിപക്ഷ നേതാക്കൾ അപ്പൊ ഏതാണ്ട് എങ്ങനെയൊക്കെയാണ് തിങ്കളാഴ്ച വി ഡി സതീശനും UDF നേതാക്കളും ഒക്കെ അതിനകത്ത്, അല്ലെങ്കിൽ ഉപനേതാവും ഒക്കെ എങ്ങനെ, ഉപനേതാവിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല, ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കും എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് രീതിയിൽ പ്രതികരിക്കാൻ ഇടയുണ്ട് എന്ന് ശ്രീകുമാർ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാണ്.